ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. പരിശുദ്ധ നോമ്പിലൂടെ യാത്ര ചെയ്ത് അതിൻ്റെ 6-ാം ഞായറിലേക്ക് നമ്മളെല്ലാവരും ദൈവസന്നിധിയിൽ വന്ന് ചേരുകയാണ്. ഇന്നത്തെ വേദഭാഗം ശുദ്ധമുള്ള യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 41 വരെയുള്ള വേദഭാഗം. ഹൃദയനൊമ്പരം മറിയുന്ന ഒരു ക്രിസ്തുവിൻ്റെ ചിത്രം വിശുദ്ധ വേദപുസ്തകത്തിൽ വിവിധ ഇടങ്ങളിൽ നമുക്ക് കാണുവാനായിട്ടിടയാകും. കുരുടനായ ഒരു മനുഷ്യനെ സൗഖ്യമാക്കുന്ന, കുരുടനായ ഒരു മനുഷ്യൻ്റെ അരികിലേക്ക് ചെന്ന് തൻ്റെ കരസ്പർശനത്താൽ അവനെ സൗഖ്യമാക്കുന്ന ഒരു ചിത്രം നമ്മൾ ഈ വേദഭാഗത്തിൽ കാണുകയാണ്. ലൂക്കോസ് ഏവങ്കലിസ്തൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്: ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും, പ്രസംഗിക്കുവാനും പീഡിതർക്ക് വിടുതൽ നൽകുവാനും, കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ ലക്ഷ്യമാക്കി ഈ ക്രൂശിലേക്ക് നോക്കി പുനരുത്ഥാനത്തിൻ്റെ പ്രത്യാശയിൽ ചെന്നെത്തുവാൻ തക്കവണ്ണം നമ്മളെല്ലാവരും യാത്ര ചെയ്യുമ്പോൾ ക്രിസ്തുവിൻ്റെ ജീവിതത്തോട് അനുരൂപപ്പെടുവാൻ ക്രിസ്തു ലോകത്തിന് പകർന്നു നൽകിയ നല്ല സ്നേഹത്തിൻ്റെയും നന്മയുടെയും തലങ്ങളെ ജീവിതത്തിൽ സ്വാംശീകരിക്കുവാനും ഇടയാകുമ്പോഴാണ് ഈ നോമ്പിൻ്റെ യാത്ര അർത്ഥവത്തായി മാറുന്നത്. നോമ്പ് ആത്മശരീര മനസ്സുകളുടെ ശുദ്ധീകരണ കാലഘട്ടമാണ്. ക്രിസ്തുവിൻ്റെ അരികിലേക്ക് കടന്നു വരുന്നവരും പ്രത്യേകാൽ വിവിധ തരങ്ങളായ നൊമ്പരങ്ങളിൽ യാത്ര ചെയ്ത് രോഗങ്ങളിലൂടെ യാത്ര ചെയ്ത് കടന്നു വരുന്ന എല്ലാവരും ഏറെ സൗഖ്യത്തോടെ മടങ്ങിപ്പോകുന്ന ഒരു ചിത്രം, ഒരു തലം ഈ നോമ്പിൻ്റെ ആരാധനകളിൽ, ഈ നോമ്പിൻ്റെ വേദവായനകളിൽ നാം ദർശിക്കുന്നുണ്ട്. അവിടെയാണ് യഥാർത്ഥത്തിൽ ചില കുരുടത്വം, പാപമാകുന്ന ചില അന്ധകാരം ഈ നോമ്പിൻ്റെ യാത്രയിൽ, ഈ നോമ്പിൻ്റെ പന്താവിൽ യഥാർത്ഥത്തിൽ നമ്മളെ ഭരിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മളെല്ലാവരും ചിന്തിക്കണം. ഈ വേദഭാഗം പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായി നമുക്ക് കാണുവാനായിട്ടിടയാകും. ഈ കുരുടനായ മനുഷ്യൻ ഒരിക്കലും ആവശ്യപ്പെടുന്നില്ല. ക്രിസ്തു അവനെ കണ്ട് അവൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ്. അതുകൊണ്ടാണ് നോമ്പിൻ്റെ ആരാധന ക്രമത്തിൽ നാം പ്രാർത്ഥനകളാൽ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ നമ്മോട് ഉദ്ബോധിപ്പിക്കുന്നുണ്ട്: നോമ്പുകാര, നീ ദരിദ്രനെ വിളിച്ച് അവന് അന്നം നൽകുക. അവൻ നിൻ്റെ അടുക്കിലേക്ക് വരാതെ നീ അവൻ്റെ പിന്നാലെ ചെന്ന് അവൻ്റെ വിശപ്പിനെ ശമിപ്പിക്കുക. യഥാർത്ഥത്തിൽ ആ പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൻ്റെ പലകകളിൽ എഴുതി വെക്കേണ്ടുന്നതല്ലേ? നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന, നമ്മുടെ ചുറ്റുപാടിൽ ജീവിക്കുന്നവരുടെ നൊമ്പരങ്ങളെ മനസ്സിലാക്കി അവരുടെ അരികിലേക്ക് ചെന്ന് എത്തുവാൻ, അവരുടെ നൊമ്പരങ്ങളെ മനസ്സിലാക്കുവാൻ, അതിനൊരു പ്രതിവിധി കണ്ടെത്തുവാൻ, അവരെ ആത്മശരീര മനസ്സുകളുടെ വലിയ സന്തോഷത്തിലേക്ക് മാറ്റുവാൻ തക്കവണ്ണം ഈ നോമ്പിൻ്റെ തലങ്ങൾ മുഖാന്തരമായി മാറട്ടെ. മനുഷ്യൻ്റെ നന്മകളെ തിരിച്ചറിഞ്ഞ് അനുഗ്രഹങ്ങളെ നൽകുന്ന ഒരു തമ്പുരാൻ്റെ പാത പിൻപറ്റുവാൻ ഈ കാലഘട്ടം നമ്മെ ഒരുക്കട്ടെ. ഈ നോമ്പിൻ്റെ പൂർത്തീകരണത്തിൽ പ്രത്യാശയുടെ നാളിൽ ആ വിശുദ്ധിയിലേക്ക് വളരുവാൻ ദൈവം ഇടയാക്കട്ടെ. പാപമാവുന്ന കുരുടത്വത്തെ മാറ്റുവാൻ
ഈ ആരാധന മുഖാന്തരമായി മാറട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.